ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ കറി ആയിട്ടാണ് കേട്ടോ. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കുറേ ആയി വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് 15 ചക്കക്കുരു ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ചക്കക്കുരുവിൻ്റെ നെടുകെ ഇതുപോലെ കീറിയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് തൊണ്ട് കളയാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുകളിലുള്ള ആ ഒരു ലെയർ മാത്രമേ കളയുന്നുള്ളൂ, അതിൻ്റെ അടിയിലുള്ള പോർഷൻ കളയുന്നില്ല. അത് നമുക്ക് വളരെ ഗുണമുള്ള പോർഷനാണ് കേട്ടോ. ഇനി നമുക്കത് നന്നായിട്ട് കഴുകിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ വലിപ്പത്തിനനുസരിച്ച്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു 8-9 അല്ലി ചെറിയുള്ളിയാണ്. അത് നമുക്ക് ചതച്ചിട്ടെടുക്കണം. പിന്നെ ഒരു ചെറിയ തക്കാളി, ഒരു 2-3 പച്ചമുളക്, പിന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി, ഒരു നാരങ്ങ വലുപ്പത്തിൽ കുറച്ച് വാളംപുളി നമുക്കത് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത്. ഒരു 2 ഗ്ലാസ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 4 വിസിൽ അടുപ്പിച്ച് വെച്ചാൽ മതി. നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ കുക്കറിൽ വേവിക്കണമെന്നൊന്നുമില്ല, പെട്ടെന്ന് വേവുന്ന ചക്കക്കുരൊക്കെ ആണെങ്കിൽ നമുക്ക് ചട്ടിയിലിട്ട് തന്നെ വേവിച്ചെടുത്തേച്ചാൽ മതി. 4 വിസിൽ അടുപ്പിക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. നന്നായിട്ട് വെന്താലാണ് നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവുക കേട്ടോ. കണ്ടോ, ഇതുപോലെ വെന്ത് കിട്ടണം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂണോളം ഉലുവയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത്. അത് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് 1/4 സ്പൂണോളം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. അതും പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് അത് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ചേർത്തേക്കുന്നത്. അതുപോലെ തന്നെ തക്കാളി ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് മൂടി വെച്ച് നല്ല സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കതിലോട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 2.5 സ്പൂൺ മുളക് പൊടി, ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചക്കക്കുരു വേവിക്കാതെ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്തേച്ചാലും മതി കേട്ടോ. അപ്പോൾ സമയം ഒരുപാട് പിടിക്കും, അതുകൊണ്ടാണ് നമ്മൾ കുക്കറിൽ ഇത് വേവിച്ചെടുക്കുന്നത്. ഇനി നമ്മളിതിലോട്ട് നമ്മൾ ആദ്യമേ പുളി എടുത്ത് വെച്ചില്ലേ, അത് കുതിർത്തിയ വെള്ളമാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം. നമ്മൾ തക്കാളി ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു ചെറിയ പുളി നമ്മുടെ കറിക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് വറവിടാം കേട്ടോ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് 1 സ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചു. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കറിവേപ്പില ഇട്ട് പൊട്ടിച്ചെടുക്കാം. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കറിയാണ്. എന്താ പറയുക, ചക്കക്കുരും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റിയ കറിയാണ്. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ബെസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നാടൻ റെസിപ്പികളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.